എൻ്റെ കല്യാണ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ ഐ വാസ് ജോബ്ലെസ്. ഐ വാസ് ടെർമിനേറ്റഡ് ഫ്രം ദ കമ്പനി. എന്നിട്ട് എനിക്ക് കല്യാണത്തിനുള്ള ചിലവിനുള്ള പൈസ മിറിയാണ് ലോൺ എടുത്ത് തന്നത്. മിറിൻ്റെ ഒരു ഫാമിലിക്ക് ആ കാര്യം അറിയില്ല. ഈവൻ എൻ്റെ ഫാമിലിയിൽ അമ്മക്കറിയാം, വേറെ ഒരാൾക്കും അറിയില്ല ഞാൻ ജോബ്ലെസ് ആയിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ ജോബ് കിട്ടുന്നത് വരെ മിരിയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയതും. അപ്പം അതിലൊക്കെ ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ്. ഇന്നത്തെ കാലത്ത് അതാണല്ലോ അഡ്ജസ്റ്റ്മെന്റിൽ പോവാന്നൊക്കെ പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. എന്ത് പ്രശ്നം വന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ലൈഫ് ലോങ് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നത്. ഐ ഹാവ് സം പ്രോബ്ലം, ഗോ സിറ്റ്, ടേക്ക് എ കപ്പ് ഓഫ് കോഫി, ഡിസ്കസ്. എനിക്ക് നാണമില്ലേ അവൾ ഓടിക്കുമ്പോൾ സൈഡിലിരുന്നിട്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാം. മിറി ഓടിക്കുമ്പം കാറിൻ്റെ സൈഡിലിരുന്ന് അവളുടെ ഹാപ്പിനെസ് ക്യാപ്ചർ ചെയ്ത് അത് ഷെയർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രൗഡ് ഫീല്, അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് അത് അതിൻ്റെ ഹാപ്പിനെസ് മനസ്സിലാവുള്ളൂ. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ പറയും പെൺകുട്ടിയല്ലേ എൻ്റെ കാര്യമില്ല, പക്ഷെ അങ്ങനെയല്ല. പല കാര്യങ്ങൾക്കും നമുക്കിപ്പം പൈസ വേണ്ടേ. അതെ, പൈസയിൽ സന്തോഷം കിട്ടില്ല എന്നൊക്കെ ആള് പറയും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബാങ്ക് ബാലൻസ് ആണെങ്കിലും നമുക്ക് കിട്ടുന്നൊരു റിലാക്സേഷൻ, ജീവിക്കാൻ പറ്റും. പ്ലസ് നമ്മളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ അച്ഛനമ്മക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓക്കെ, വേറെ ആരെയും കാല് പിടിക്കേണ്ടി വരില്ല, നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സമാധാനം. ചേച്ചിയുടെ ഒരു ഹിഡൻ ടാലന്റ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഞാൻ എഴുതിയെന്നറിയോ, സിംഗർ. എന്നെ കൊണ്ടോ? ആക്ച്വലി മിരി എന്നെ കൊണ്ടോ? എന്നാ പിന്നെ രണ്ടുപേരും പാടുപെടും. മിരി പാട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ റീസെന്റ് ആയിട്ട് അറിഞ്ഞത്. എടോ, ദേശീയ ഗാനം ഞാൻ പാട്ട് പഠിക്കാൻ പോയേ. ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഒരു ഫേവറേറ്റ് ഫുഡ് എന്താ? അയ്യോ, പരിപ്പ് കറി. പക്ഷെ മിത്തോടിന് ഞാൻ പലതും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ മുദ്ദ അതൊന്നും ചോദിക്കരുത്. മിരി ഉണ്ടാക്കിയ പലതും. എന്റെ മോളെ, ഇവളുണ്ടാക്കിയ പോത്തും കാല് തിന്നിട്ടില്ലേ 3 ദിവസം എടുത്ത് ജീവൻ വരാൻ. പോത്തും കാലിന്റെ ഉള്ളിലുള്ള ആ മജ്ജയില്ലേ, അത് നമ്മളിങ്ങനെ മുട്ടിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തിന്നാം. കുറെ ടൈം എടുക്കില്ലേ പോത്തും കാല് തിന്ന. പിന്നെ എനിക്കൊരു കൺട്രോളില്ലാണ്ട് എൻ്റെ കത്തങ്ങ് പോയത്. അടുത്ത പ്രാവശ്യം വരുമ്പോ കണ്ണൂരല്ലേ വീട്? ഞാൻ മറന്നു, ഞാൻ കുക്ക് എഴുതണമായിരുന്നു. എനിക്ക് ഹിഡൻ ടാലന്റ് അല്ല, നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ നല്ലോണം കുക്ക് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ തമാശയാണെങ്കിലും മേരി ഭക്ഷണം ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ്. ഇല്ല, ചിലതൊക്കെ എത്ര പെർഫെക്റ്റ് ആയുള്ള ആൾക്കാർ ചിലതൊക്കെ പാളിപ്പോയില്ലേ, അങ്ങനെ ചിലതൊക്കെ പാളിപ്പോയതാണ് നമുക്ക് ആക്സിഡന്റ് ആയിപ്പോയത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നു, ഈ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാണ്. ഒരു പാർട്ട്ണർഷിപ്പിൽ പോകുന്ന സമയത്ത് ശരിക്കും രണ്ടുപേർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. പക്ഷെ ഒരേ രീതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് രണ്ടുപേരും? ഇപ്പൊ രണ്ടുപേർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും, പല തീരുമാനങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ വീടിന്റെ കാര്യത്തിൽ രണ്ടുപേർക്കും 2 കാര്യങ്ങളായിരിക്കാം. സോ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ പോകുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് അതാണല്ലോ അഡ്ജസ്റ്റ്മെന്റിൽ പോവാന്നൊക്കെ പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. എന്ത് പ്രശ്നം വന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. പിന്നെ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ലൈഫ് ലോങ് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നത്. അപ്പം അടിയായാലും ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഐ ഹാവ് സം പ്രോബ്ലം, ഗോ സിറ്റ്, ടേക്ക് എ കപ്പ് ഓഫ് കോഫി, ഡിസ്കസ്. നീ അത് ചെയ്തത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ കംഫർട്ട് നോക്ക്. കംഫർട്ടബിൾ അല്ല, എന്തെങ്കിലും ഞാൻ ചെയ്ത കാര്യം കംഫർട്ടബിൾ അല്ല, മിറി ചെയ്ത കാര്യം ഞാനാണ് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്. വൈഫിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളിൽ ഒരു ഈഗോയുടെ ആവശ്യമില്ല. എവിടെയൊക്കെ ഇപ്പം നമ്മൾ രണ്ടാളും ഒരു പ്രൊഫഷനാണ്. മിനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി, നാളെ എനിക്ക് അവൾ കൊണ്ടുവരുന്ന പൈസനെ കൊണ്ടാണല്ലോ ഞാൻ ജീവിക്കേണ്ടതെന്നുള്ള ആ ഒരു തോട്ട് മൈൻഡിൽ വന്നാൽ മതി. ചെറിയ ഈഗോ അടിച്ചാൽ മതി. അല്ലെങ്കിൽ മിറി ചെയ്യുന്ന ഒരു കണ്ടന്റ് ഭയങ്കര വൈറലായി, ഞാൻ എൻ്റെ കണ്ടന്റ് പോകുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നറിയോ? എന്റെ ഒരു വീഡിയോ മിത്തോട് നോക്കും, മില്യൺ പോകുന്നുണ്ടോ, മില്യൺ പോയ പാടില്ലേ, മിത്തോണ്ട് പേജിൽ കൊളാബ് ഇട്ട് വെക്കും. പേജിൽ
ഞാൻ എടാ കൊള്ളാമോ ദുഷ്ട എന്തുവാണ്. I am the most proud husband. അങ്ങനത്തെ ഒക്കെ കാര്യം മിറിയുടെ ഏത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം മിറിനേക്കാളും ഹാപ്പിനെസ് തോന്നുന്നത് എനിക്കാണ്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇപ്പം ഈവൻ മൂവിയിൽ കാര്യം വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാളായിരിക്കും മീത്തിന് വേണ്ടേ, ഞാൻ പറയില്ല മിറിയുടെ പ്രൊഫൈലായിരിക്കും. എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ ഒരു മാനിഫെസ്റ്റേഷന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നുണ്ട് ടച്ച് വുഡ്, എൻ്റെ ആദ്യത്തെ ആഗ്രഹം മിറീനെ ബിഗ് സ്ക്രീനിൽ കാണുമെന്നുള്ളതാണ്. അതുപോലെ ഈ കാർ ഓടിക്കുമ്പം ഞാൻ ഗിഫ്റ്റ് ചെയ്ത കാറാണ് മെറി ഓടിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഒരു എനിക്ക് കാണുമില്ലേ അവൾ ഓടിക്കുമ്പോൾ സൈഡിൽ ഇരുന്നിട്ട് വീഡിയോ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, ഞാൻ 2012 ഡ്രൈവിംഗ് പഠിച്ച ആളാണ്, ഞാൻ എൻ്റെ കാർ ഓടിക്കും. പക്ഷേങ്കിൽ മെറി ഓടിക്കുമ്പം കാറിൻ്റെ സൈഡിൽ ഇരുന്ന് അവളുടെ ഹാപ്പിനെസ് ക്യാപ്ചർ ചെയ്ത് അത് ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രൗഡ് ഫീല്, അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് അത് അതിൻ്റെ ഹാപ്പിനെസ് മനസ്സിലാവുള്ളൂ. സോ ഈവൻ മെറി സാരി ബിസിനസ് തുടങ്ങി, അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം. ഒരു 7000 രൂപയ്ക്ക് തുടങ്ങിയ സാരി ബിസിനസ്സാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നു. അപ്പം അതൊക്കെ ഞാൻ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ഷീ ഡസ്, അത് കമൻറ്റബിൾ ആണ്. കാരണം ഒരു ദിവസം 5-6 സാരി കൊടുക്കും, അതും ഹെവി ആയിട്ടുള്ള മേക്കപ്പ്. ചില ബ്രൈഡൽ സാരി ഒക്കെ ആണെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള, എന്നിട്ട് അത് ഇവിടുന്ന് ഡ്രസ്സ് ചെയ്ത് കുറേ ദൂരം അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ച് കാറിൽ നിന്നൊക്കെ 2 minutes കൊണ്ട് സാരി കൊടുക്കുന്ന ആളാണ് മെറി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചിലപ്പം ബ്രാൻഡഡ് ആഡ്സ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ വന്ന് ഇത് കഴിച്ചിട്ട് അത് ഫുള്ള് കോപ്പി ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ലൈവ് പോകേണ്ട അത് ചെയ്യും. അതിലിടയ്ക്ക് മില്യോനെ നോക്കണം, പിന്നെ വീട്ടിൽ വന്ന ഉടനെ ഫുൾ ക്ലീനിങ് നോക്കും. അപ്പം ഞാൻ മെറീൻ്റെ മുമ്പ് ഞാൻ ഇടയ്ക്ക് പറയുന്നത്, പക്ഷെ ആരെൻ്റെ അടുത്ത് ചോദിച്ചാലും എനിക്ക് മെറീനെ കുറിച്ച് പറയാൻ 1000 വേർഡ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പം ഐ എം വെരി പ്രൗഡ്. ഞാൻ ഇത് നിന്റെ അടുത്ത് പറയില്ലേടി? ഇല്ല, ഇത് പക്ഷെ പറയും, പക്ഷെ ഇടയ്ക്ക് എഡിറ്റിംഗ് ഒക്കെ ഡിലേ ആകുമ്പോൾ മിത്തോട് പറയും നീ ഇങ്ങനെ ഇരുന്ന് വെറുതെ എഡിറ്റ് ചെയ്യുമ്പോൾ. എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, കഴിവുള്ള ആള് കഴിവ് വെച്ചിട്ട് ഒരിക്കലും ഐഡിയലായിട്ട് ഇരിക്കാൻ പാടില്ല. എക്സ്പ്ലോർ. കഴിവ് വെച്ചിട്ട് നമ്മൾ ഇരുന്നാല് പിന്നെ ഹനുമാന്റെ പോലെ ആയി പോകും. ഹനുമാന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നറിയോ, കടല് ചാടാനുള്ള കഴിവ് ആളിനുണ്ട്, പക്ഷെ ആളിന്റെ കഴിവൊന്നും ഒരാൾ വന്ന് മോട്ടിവേറ്റ് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്ത് ഹനുമാൻ എനിക്ക് ഈ കഴിവുണ്ടെന്ന് പറയുന്നത് ഹനുമാൻ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ആവരുത്. അവനവൻ്റെ കഴിവ് മനസ്സിലാക്കി അതെപ്പോഴും പ്രോഗ്രസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആരും നമ്മളെ പുഷ് ചെയ്യില്ല. മേ ബി മിറിക്ക് ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ പുഷ് ചെയ്തുകൊണ്ട്, ബിക്കോസ് ഞാനൊരു ഹസ്ബൻഡ് മിറീനെ അത്രയും ഹൈപ്പിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ വൈഫിനും എല്ലാ ഹസ്ബൻഡിനും അങ്ങനെ ഒരു പാർട്ട്ണർ കിട്ടണമെന്നില്ല, അത് ഇവഞ്ച്വലി ആവുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ കഴിവിനെ നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്ന അത്രത്തോളം നമ്മൾ സക്സസ്ഫുൾ ആവും. അപ്പോൾ കഴിവുള്ള ആൾക്കാർ വെറുതെ ഇരുന്ന് മടിയന്മാരായിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പല പെൺകുട്ടികളും ഗിവ് അവേ കൊടുക്കുന്നുണ്ടോ ഞാൻ എന്താ മോശമാണോ? ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഓൾറെഡി എഞ്ചിനീയറായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഓൾറെഡി അവിടുത്തെ എല്ലാ ജോലിയും വിട്ട് നാട്ടിലേക്ക് തിരിച്ചെന്ന് നിങ്ങൾ ഇവിടെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഇപ്പോൾ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിച്ച് വർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് പെട്ടെന്ന് വരുമ്പോഴേ എങ്ങനെയായിരുന്നു? അത് അത്ര എളുപ്പമായിരുന്നില്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ നിന്നെ തല്ലും. മെറീനെ കൂട്ടിട്ട് ബാംഗ്ലൂർ പോകാൻ പറ്റില്ല. മാത്രമല്ല എന്താ അറിയോ, ബാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് എരുമ മോങ്ങുന്ന പോലെ മെറീന്റെ ഒരു മോങ്ങൽ സത്യം. എവ്രി ടൈം എല്ലാ പ്രാവശ്യവും പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ മെറി പെട്ടെന്ന് കരയുന്ന ആളാണ് കേട്ടോ, ഭയങ്കര ഇമോഷണലാ. അപ്പം ഞാൻ നോക്കും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അന്നേരം ഇങ്ങനെയാ. മെറിക്ക് ബാംഗ്ലൂർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. മെറി ഭയങ്കര എന്താണ് എന്നെ പോലെയല്ല, ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. മെറി കുറച്ച് കൺസർവേറ്റീവ് ആണ്. മെറീൻ്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ, മിലിയോ, അമ്മായിയമ്മ, അവളുടെ അച്ഛൻ, അവളുടെ സിസ്റ്റർ, പിന്നെ അവരുടെ 4 ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കസിൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ചെറിയൊരു ലോകം, അവൾക്ക് അത് മതി. അതിൻ്റെ പുറത്ത് പോകുന്നത് അവൾക്ക് പേടിയാണ്. ആക്ച്വലി എല്ലാത്തിനും പേടിയാ. ഇങ്ങനെയോ ഒരു പേടിത്തൂറിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എല്ലാത്തിനും പേടിയാ. അപ്പം അത് മാത്രല്ല എനിക്ക് മെറീനെ റിസൈൻ ചെയ്യിപ്പിക്കാന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ടാസ്ക്. കാരണം മെറി റിസൈൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു കൊല്ലം എന്റെ പുറകെ നടന്നു, റിസൈൻ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നി ഇത് എനിക്ക് നടക്കുന്ന കാര്യമല്ല. അതായത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് മാത്രം ചെയ്യണം, അല്ലെങ്കിൽ അതും ഒരു ജോലിയല്ലേ. എനിക്ക് അതിൽ പെർഫോമൻസ് ലോ ആയി കഴിഞ്ഞാൽ എന്നെ ബാധിക്കുന്ന അലക്കുന്ന മാത്രല്ലേ എനിക്ക് ഒരു മോശമാണ്. നല്ല പ്രൊജക്ട് ഡെലിവറി ചെയ്യാന്നല്ലേ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നല്ല കണ്ടന്റ് എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നല്ലൊരു പ്രൊജക്ട് ഡെലിവറി ചെയ്യാ ക്ലയന്റിന് എന്നുള്ളത്. അപ്പൊ അതിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
പിന്നെ മില്യോനെ നോക്കണം, പിന്നെ ഇത് മിത്തോടെ ഷൂട്ട് ചെയ്യാം അതുകൊണ്ടാണ് ഞാനത് ജോബ് റിസൈൻ ചെയ്തത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ജോബ് വേണമെന്നുള്ളത് പണ്ട് ആരോണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ കുത്തിയിട്ടൊരു സാധനമാണ്. ഒരു പെൺകുട്ടിക്ക് ജോബില്ല. പണ്ടൊക്കെ ഞാൻ പഠിച്ചു വളർന്ന എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പം അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ട്, അപ്പം എൻ്റെ ആൻറ്റിയാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ. അപ്പം ആൻറ്റി ഒരു ജോബ് വേണം, ജോബ് ഇല്ലാതെ നീ ഒന്നും ചെയ്യരുത്, കല്യാണം കഴിക്കരുത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അത് എൻ്റെ മൈൻഡിൽ സെറ്റായ ഒരു കാര്യമാണ്. ഓക്കെ, ജോബ് വേണം, അതാണ് ഇമ്പോർട്ടൻസ്. അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വേറെ എന്തെങ്കിലും സൈഡിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാര്യം, എനിക്ക് പഠിക്കണം, എനിക്ക് ജോബ് വേണം. അത് എത്ര സാലറി ആയാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. അപ്പം അങ്ങനെ പഠിച്ചെടുത്തൊരു ജോലി, ആ ജോലിയിൽ എനിക്കിങ്ങനെ ഓരോരോ MNC കമ്പനിയിൽ ഞാനിങ്ങനെ ഫസ്റ്റ് ഞാൻ ജോബ് ചെയ്തത് ഒരു നോർമൽ കമ്പനിയിലായിരുന്നു. അവിടുന്ന് നെക്സ്റ്റ് ഞാൻ വീണ്ടും ഒരു നോർമൽ കമ്പനി. അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ആ കമ്പനി. എൻ്റെ ഭഗവാനെ, ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് രാത്രി ജോബൊക്കെ ചെയ്തിട്ട് ഞാൻ മിത്തോട്ടൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ മിത്തോട്ടനായിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ കരഞ്ഞിട്ട് എനിക്കിത് പറ്റുന്നില്ല, പക്ഷെ ഞാൻ റിസൈൻ ചെയ്യാനും പറ്റില്ല, അത് എൻ്റെ ഒരു വരുമാനമാണ്. അല്ല, അതെന്താന്ന് വെച്ചാൽ ഞാൻ വേറെ കമ്പനിയിൽ അപ്പാടെ ഞാൻ ജോബ് എനിക്ക് ഇന്റർവ്യൂവിന് ഞാൻ പോയി, അവിടെ സെറ്റായി. പക്ഷെ ഇവിടെ എനിക്ക് നോട്ടീസ് പീരീഡ് ഉണ്ട് 3 months. ഏറ്റവും വലിയ വിട്ടെന്നറിയോ, മിരി ഒളിച്ചോടിയിട്ട് അതിന്റെ ബോസ് എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ അവർക്ക് ഓൾറെഡി അറിയാം നമ്മൾ എൻഗേജ്മെന്റ് ഫിക്സ് ആയി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതറിയോ, ബോസ് അവൾ എന്നെയും ചതിച്ചു. അവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഐ തിങ്ക് അവള് വീട്ടു തടങ്കലിലാണ്. അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താന്നുള്ളത്. നമ്മുടെ കല്യാണം മുടങ്ങിപ്പോയി. ഓ സോ സാഡ് യാർ, ഷീ വാസ് വെരി ഗുഡ്. ആക്ച്വലി മേരി ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് അവളുടെ ജോലിയിൽ. ഷീ വാസ് വെരി ഗുഡ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും പിന്നെ ഒരു ദിവസം നമ്മൾ രണ്ടാളും ഒരുമിച്ച് ആ കമ്പനി ശരിക്കും ഈ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി എന്നുള്ളത് നമ്മുടെ ജോബൊക്കെ വിട്ട് ഇപ്പൊ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി, അതിപ്പോ സക്സസ്ഫുള്ളി പോകുന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പം ജോലിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി, പെൺകുട്ടികൾക്കൊരു വരുമാനം വേണം എന്നൊക്കെ നമുക്ക് ചുറ്റും കേൾക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുമാനം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റാണ്? അത് 2 പേർക്കും, പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ പറയും പെൺകുട്ടിയല്ലേ എൻ്റെ കാര്യമില്ല, പക്ഷെ അങ്ങനെയല്ല. ഓരോരോ പെണ്ണായാലും ഓരോരോ കുട്ടികളും വളർന്നു വരുമ്പോൾ അവരെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, ഇതാണ് നിന്റെ ലക്ഷ്യം, അത് കഴിഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു, അതാണ്. കാരണം പല കാര്യങ്ങൾക്കും നമുക്കിപ്പം പൈസ വേണ്ടേ, പൈസയിൽ സന്തോഷം കിട്ടില്ല എന്നൊക്കെ ആള് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, നമ്മളെ ബാങ്ക് ബാലൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിലാക്സേഷൻ. പക്ഷേങ്കില് പ്ലസ് നമ്മളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ അച്ഛനമ്മക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓക്കെ, വേറെ ആരെയും കാല് പിടിക്കേണ്ടി വരില്ല, നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സമാധാനം, അതൊക്കെയല്ലേ ശരിക്കും. ഉണ്ടല്ലോ, എൻ്റെ കല്യാണ സമയത്ത് സത്യം പറയണമെങ്കിൽ ഐ വാസ് ജോബ്ലെസ്. ഐ വാസ് ടെർമിനേറ്റഡ് ഫ്രം ദ കമ്പനി. എന്നിട്ട് എനിക്ക് കല്യാണത്തിനുള്ള ചെലവിനുള്ള പൈസ മിരിയാണ് ലോൺ എടുത്ത് തന്നത് കല്യാണത്തിന് മുന്നേ. അതൊക്കെയാണ് നമ്മളുടെ ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയാം. അങ്ങനെ ആരും ചെയ്യുമോ? ആക്ച്വലി ആൺകുട്ടിയൊക്കെ സ്പെഷ്യലി ചോദിക്കാനൊരു, ലവ് മാരേജിൽ ഓക്കെ അന്യോന്യം അറിയാം, ഇത് അറേഞ്ച് മാരേജിൽ ചോദിക്കാനൊരു മടിയായിരിക്കില്ലേ? അവിടെ എന്ത് വിചാരിക്കും, അയ്യോ ഈ എരപ്പാളിനെയാണോ ഞാൻ കെട്ടാൻ പോകുന്നത്. പിന്നെ ഒരു ഈഗോ, അവിടെ തന്നെ ഒരു ഈഗോ ക്ലാഷ് വരാനുള്ള, മിരിക്ക് അന്ന് ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ക്ലാഷ് വന്നു. എനിക്ക് ഈഗോ ഉണ്ടായിരുന്നെങ്കിലോ, അപ്പം ചോദിക്കാതിരിക്കാം അങ്ങനെ. അപ്പം കല്യാണത്തിന് മുമ്പേ എനിക്ക് ലോണൊക്കെ എടുത്ത് എൻ്റെ കടബാധ്യത തലയിലേറ്റിയ ആളാണ് മിരി. അതൊക്കെ ഞാൻ ഭയങ്കര ലക്കിയാ. അത് കഴിഞ്ഞിട്ട് ജോബ് കിട്ടുന്നവരെ, അത് ഏറ്റവും വലിയ കാര്യം. മെരീൻ്റെ ഒരു ഫാമിലിക്ക് ആ കാര്യം അറിയില്ല. ഈവൻ എൻ്റെ ഫാമിലിയിൽ അമ്മക്കറിയാം, വേറെ ഒരാൾക്കും അറിയില്ല ഞാൻ ജോബ്ലെസ് ആയിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ ജോബ് കിട്ടുന്നത് വരെ മിരിയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയതും. അപ്പം അതിലൊക്കെ ഞാൻ ഭയങ്കര ബ്ലസ്ഡാ. എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്താ കാരണം ചോദിക്കും. ജോലിയിൽ നിന്ന് പുറത്താക്കിയ കാരണം ചോദിക്കും. വീഡിയോ ചെയ്തിട്ട്, ടിക്ടോക്കിൽ വീഡിയോ ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ബോസിനെ നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയാലും ഞാൻ വലിയൊരു പാരഗ്രാഫ് എഴുതി അയച്ചു.
താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ട്. ബിക്കോസ് അതാണൊരു ടേണിംഗ് പോയിന്റ് എൻ്റെത്. അന്ന് ഞാൻ എന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ ഞാൻ ആ കമ്പനി ഇപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ റീജിയണൽ ഹെഡായിരുന്നു, ആ ബ്രാൻഡിൻ്റെ റീജിയണൽ ഹെഡായിരുന്നു. അപ്പം ആ മേഡം എന്നെ പുറത്താക്കിയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കി. എന്നിട്ട് വേറെ ബ്രാൻഡിൽ വർക്ക് ചെയ്തു. ആ ബ്രാൻഡ് സക്സസ്ഫുൾ ആക്കിയതിന് ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്തത്. അവരിപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇനി പോകത്തില്ല. പക്ഷേങ്കിൽ അതൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആൾക്കാണ് ഏറ്റവും ആദ്യം താങ്ക്സ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ അവാർഡ് കിട്ടിയപ്പം. ആളെ മറുപടി ഒന്നായിരുന്നു. ഓ, ആളെല്ലാം കാണുന്നില്ലേ, സോറി ഒക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയുണ്ട്, എന്നെ ഉപദ്രവിച്ച ആൾക്ക് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞിട്ട് ആൾക്ക് അങ്ങനെ സോറി പറയിപ്പിക്കും. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ കുറെ സിറ്റുവേഷൻസിൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, സത്യസന്ധമായിട്ട് കളിക്കണം, കോപ്പടിക്കാൻ പാടില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഇവിടെയും ഓക്കെ. ഇവിടെ ഓൾറെഡി ആൻസർ എഴുതാൻ ഇല്ല, ഞാൻ എന്റെ പേര് എഴുതി വെച്ചതാ. അപ്പം ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഫിയർ. ബിഗ്ഗസ്റ്റ് ഫിയർ രണ്ടുപേരുടെ എഴുതണം കേട്ടോ. അപ്പൊ എഴുതിയ രണ്ടുപേരുടെ എഴുതിയല്ലോ. ശരി, ആദ്യം എന്റത് പ്രേതം. പ്രേതം. ഇവിടെ എന്താ എഴുതിയേ? മിത്തുവേട്ടൻ. ഞാന് മെറീന്റെ നെഗറ്റിവിറ്റി, പ്രേതം രണ്ടും എഴുതി. ഞാൻ പ്രേതത്തിനെയും പേടിയാണ്, പിന്നെ നെഗറ്റിവിറ്റി വരുമ്പോൾ ഭയങ്കര. ഓക്കെ, എഴുതിയിട്ടുണ്ട്. ഓക്കെ. മിത്തുവേട്ടൻ ഞാൻ എഴുതി നോ ഫിയർ എന്നാണ്. പിന്നെ വെള്ളത്തിന്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര പേടിയുണ്ടാവും. അത് എനിക്ക് പേടിയാണ് ആക്ച്വലി. ഡീപ്പിൽ പോകുമ്പോൾ ഞാൻ മിരി. ഇത് വല്ലതും അറിയുന്നുണ്ടോ? കണ്ട നിങ്ങളെ തകർത്ത് കളഞ്ഞ പേടിയെന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ മെറീനെ ഭയങ്കര പേടിച്ച് പറിച്ച് വെക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. എനിക്കെന്ന് വെച്ചാൽ മെറീനെ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ എൻ്റെ ഏറ്റവും വലിയ പേടി മെറി കംഫർട്ടാണോ. ഇപ്പം അവള് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ക്രൗഡ്, എനിക്ക് ടെൻഷനാന്നുള്ളത്. അത് ഞാൻ എപ്പോഴും നോക്കും. പക്ഷേങ്കിൽ വെറും കള്ളിയാണ്. കാരണം ക്രൗഡിലൊക്കെ പോകുമ്പോൾ മെറി ഭയങ്കര എനിക്ക് ടെൻഷനാണ് അങ്ങനെയൊക്കെ. പക്ഷെ അതാലോചിച്ച് ഞാനിങ്ങനെ അയ്യോ മെറി കംഫർട്ടാവും, മെറി ഓക്കെ ആവും, ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ സ്റ്റേജിൽ കയറിയല്ലേ ആള് തകർക്കും. ഞാൻ ഈ പേടിച്ചിട്ട് നെർവസ് ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ട. ഞാൻ പിന്നെ നോക്കും ഇവളുണ്ടോ ഭയങ്കര സ്പീച്ചെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ചേച്ചി അടിപൊളിയായിരുന്നു കേട്ടോ, ചേട്ടൻ കുറച്ചും കൂടി ചേട്ടൻ കുറച്ചൊന്ന് നെർവസ് ആയിപ്പോയ അവിടെ തീരും നമ്മുടെ കഥ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആൾക്കൂട്ടത്തിൽ എങ്ങനെയാ ഈ നെർവസ് വെച്ചിട്ട് പെർഫോം ചെയ്യാ? വെറുതെ പറയുന്നത് ആള് സെറ്റ് അങ്ങനത്തെ കാര്യം വരുന്നത്. അടുത്ത ചോദ്യം, പിണങ്ങിക്കഴിഞ്ഞാൽ പിണക്കം മാറ്റാൻ മിച്ചേട്ടൻ ചെയ്യുന്നത് എന്താണ്? ഞാൻ എഴുതട്ടെ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എന്താ എന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? മിസ്റ്റേക്ക് ആൻഡ് സോറി. ഓ, അത് സോറി പറ. Accept the mistake and say sorry, then make her laugh. Irritate ചെയ്യും. എന്താ ഇത്? ആദ്യം ടോക്ക് വിത്ത് മീ. അവള് വന്ന് സംസാരിക്കും, പിന്നെ എന്തെങ്കിലും ഫണ്ണി ടോക്ക് പറയും. ഈ ചിരിപ്പിക്കാൻ എന്താ പറയാ? വെറുതെ നിന്നാ മതി, എനിക്ക് ചിരി. ഇല്ല, നമ്മള് ഫൈറ്റിന് അധികം ലൈഫ് കൊടുക്കരുത് ഞാൻ എപ്പോഴും പറയും. ഫൈറ്റ് ചെയ്തോ 5 മിനിറ്റിൽ കൂടുതൽ ഫൈറ്റ് ചെയ്യരുതെന്ന്. അതിന് 5 മിനിറ്റ് ബിയോണ്ട് പോകുമ്പോഴാണ് പിന്നെ അത് ഈഗോ ആയി, ആറ്റിറ്റ്യൂഡായി, ഇഷ്യൂസ് ആയി, പിന്നെ ക്ലാഷസ് ആയി, അങ്ങനെയൊക്കെ വരിക. അപ്പോൾ ലൈഫിന് ഫൈറ്റ് വരുമ്പം ചെറിയ ലൈഫ് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ലൈഫ് ലോങ് വേണ്ട ഒരു പാർട്ട്ണറാണ്. ആരോടെ ഈ ദേഷ്യം നമ്മൾ കാണിക്കേണ്ടത്? ഇന്ന് ദേഷ്യം കാണിച്ച് നാളെ ദേഷ്യം കാണിച്ച് പിന്നെ ഒരുമിച്ചല്ലേ. അപ്പൊ അതെന്തിനാ അത്രയും ലൈഫ് കൊടുക്കണ്ട, ഹാപ്പിനെസ് കളയണ്ടല്ലോ. സോ അതൊക്കെ മറന്ന് പോയിട്ട് ഒരു കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് ഒന്ന് ചിരിപ്പിക്കും. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ഫുഡ് കോംബോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? എന്റേത് നമ്മളെ പഴംപൊരി, പിന്നെ ബിരിയാണി, അങ്ങനത്തെ നാടൻ ഐറ്റംസ് എനിക്ക് ഇഷ്ടം. ഞാൻ മെറീന്റെ എഴുതിയത് നാടൻ ഫുഡ്, ദോശ, കായ് പൊരിച്ചത്, പഴംപൊരി. പിന്നെ മിത്തുവേട്ടൻ ആക്ച്വലി എല്ലാം വെറൈറ്റി ഫുഡ്സ് ഇഷ്ടമുള്ള ആൾക്കാർ. കോണ്ടിനെന്റൽ ഫുഡ് എവിടെ പോയാലും അവരുടെ ഫുഡ് ട്രൈ ചെയ്യാനുള്ള ഒരാളാണ്. സോ ഓഫ് കോഴ്സ് കോണ്ടിനെന്റൽ. സീ ഫുഡും എനി ഇന്റർനാഷണൽ ഫുഡ് ഞാൻ എന്തും കഴിക്കും, തിരിച്ചു കഴിക്കാത്ത എന്തും കഴിക്കും. ഓക്കെ, എന്തെങ്കിലും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും എല്ലാം കഴിക്കും? എനിക്ക് ഇങ്ങനത്തെ ഇന്റർനാഷണൽ, നമ്മള് തായ്ലൻഡൊക്കെ പോയപ്പോ, തായ്ലൻഡിലെ ബാലിയൊക്കെ പോയപ്പോ എനിക്ക് എന്റെ മോനെ എനിക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കത് കഴിക്കാനേ പറ്റില്ല. മിത്തോട്ടന് എനിക്ക് അന്ന് സൂഷി തന്നു. നിന്നെ കുൽജ സിംസിം പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഞാൻ
അന്ന് നമ്മള് ദുബായിൽ പോയപ്പോ എന്തോ ഒരു ചട്നി വസാബി ഒക്കെ വസാബി അറിയോ? ഇല്ല. വസാബി കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടില്ല. ഈ സീ ഫുഡിന്റെ സോറി സൂഷിയുടെ കൂടെ ഒരു വസാബി എന്ന് പറഞ്ഞൊരു സോസ് വരും കേട്ടോ. എനിക്ക് അങ്ങനെ വായിൽ വെക്കാൻ കൊള്ളു. ഒരു ഇത്രേ തരുള്ളൂ അത്. ഞാൻ മെരീനെ കൊണ്ട് വസാബി ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. ഫേസിലുണ്ട് എല്ലാം. അതേപോലെ ഞാനിത് ഭക്ഷണം കഴിക്കും, എന്നിട്ട് കൊടുത്തിട്ട് അവള് ചവച്ചോണ്ട് തുപ്പാൻ വേണ്ടി ഞാൻ പറയും മെരി, ലോകത്തിൽ നിന്ന് എത്ര ആൾക്കാർ ഭക്ഷണം കിട്ടാതെ അലയുന്നുണ്ടായി, ഭക്ഷണം കളയരുത്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഭക്ഷണം കളയില്ല, ഒരു സാധനം വേസ്റ്റ് ആക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതൊക്കെ പറയും മെരി അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ എടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും മീച്ചേട്ടന് മെസ്സേജ് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ? ഓക്കെ, മെസ്സേജ് എന്തത്? ഞാൻ എഴുതിയത് അവരുടെ ലേസിനെസ്. എനിക്കോ മടിയൊന്നും. അല്ലല്ല, കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ എന്താ ഇത് രാവിലെ എണീക്കാനൊക്കെ കുറച്ച് ഡിലേ ആകും. പിന്നെ ടവലൊക്കെ ഇങ്ങനെ നനഞ്ഞത് ഇങ്ങനെ അവിടെ ഇവിടെ ഇട്ട് വെക്കും. അപ്പൊ അതൊക്കെ ഞാൻ എഴുതി എന്താ പറയാ, മിരി എപ്പോഴും എന്നോട് പറയും കുറച്ച് പൊങ്ങച്ച കുറക്കണം. ഞാൻ മറന്നുപോയത്. ഞാൻ പറയടി സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പം. ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൂടി പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് പൊങ്ങച്ചും കുറച്ചുകൂടി കാര്യം. നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെക്കണം. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. നമുക്കുള്ള കാര്യങ്ങൾ ആൾക്കാരോട് പറയുന്നോണ്ട് എന്താണ്ട് നമുക്കുള്ളത് ഇല്ലാണ്ടായി പോവാ. അപ്പൊ അതങ്ങനെ പറയുമ്പോ മെരി പറയും ആൾക്കാർ വിചാരിക്കും നിങ്ങൾ പൊക്കി പറയുന്നത്. ഞാൻ പറയും ഉള്ളതല്ലേ പറയുന്നത്, അത് എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലല്ലോ എന്തായാലും. അപ്പൊ മെരി പറയും കുറച്ച് നല്ല കുറക്കാം, നിങ്ങൾ എരിവും മസാല ഇടണ്ടാന്നുള്ളൂ പറഞ്ഞോ. പക്ഷെ എരിവും മസാല നേരത്തെ റഫി വന്നപ്പോ പറഞ്ഞില്ലേ കുറച്ച് മസാല ഒക്കെ ഉണ്ടെന്ന്. അല്ല അങ്ങനെ അത് നിങ്ങൾ ആസ്വദിച്ചില്ലേ പറയുമ്പോ? അത് കഥ പറയുന്ന സമയത്ത് കുറച്ച് എരിവുമ്പുളിയൊക്കെ നല്ല രസമുള്ളൂ. എല്ലായിടത്തും അവാർഡ് മൂവി പോലെ ആയി കുറച്ച് മസാല ജിങ്കാല ആവുള്ളൂ. എന്റെ അടുത്ത് പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞോ എന്റെ വീട്ടിൽ എല്ലാരും ഹിന്ദി മാത്രമേ സംസാരിക്കുള്ളൂ. അതൊക്കെ എന്റെ അടുത്ത് ഫസ്റ്റ് മീറ്റിലാണ് പറയുന്നത്. അപ്പൊ അന്ന് മുതൽ ഞാൻ ഹിന്ദി സീരിയലൊക്കെ കണ്ട് ഹിന്ദി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് പോയിട്ടുള്ള ആദ്യത്തെ യാത്ര ഇന്റർനാഷണൽ ട്രിപ്പ് ആണോ ആദ്യമായിട്ട് പോയത്? കല്യാണം കഴിഞ്ഞ 4ാമത്തെ ദിവസം നമ്മൾ ബാംഗ്ലൂർ പോയത്. അതിന് അവിടെയാണല്ലോ നമ്മൾ സ്റ്റേ. എങ്കിലും നിങ്ങളുടെ ആദ്യത്തെ യാത്ര ഞാനും എഴുതട്ടെ, എനിക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് പോയതാണ് ബാംഗ്ലൂരിൽ തന്നെ ഒരു റിസോർട്ടില്. ഞാനിത് ബാംഗ്ലൂർ റിസോർട്ട് ആനിവേഴ്സറി ആനിവേഴ്സറിനും നമ്മള് ആക്ച്വലി ഹണിമൂണിന് പോയിട്ടില്ല. നമ്മള് മെരീനെയും കൊണ്ട്, മെരിക്ക് എന്റെ കൂടെ ഒറ്റക്കൊക്കെ വരാൻ പേടിയാ. കല്യാണത്തിന് ശേഷം അല്ല, നമ്മൾ രണ്ടാളും കുഞ്ഞി പിള്ളേരെ പോലെ ആരെങ്കിലും മേട്ടി വിട്ടാലോ അങ്ങനെയാണ് ഇത്. അപ്പം അങ്ങനെ എനിക്ക് പിന്നെ എവിടെ പോകുമ്പോൾ എനിക്ക് ആ ഒരു ഭയങ്കര സ്വകാര്യതയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ചില്ലാക്കി ഭയങ്കര ഒച്ചപ്പാടാക്കി കളിച്ച് ചിരിച്ച് പോകുന്നത്. അപ്പോൾ ഒരു 2-3 എവിടെ പോകുമ്പോൾ ഞാൻ ആരെങ്കിലും എല്ലാം കൂട്ടും. ഒന്നുകിൽ എൻ്റെ അനിയന്മാരായിരിക്കും, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ടായിരിക്കും. അങ്ങനെ ഞാൻ എവിടെ പോകുമ്പോൾ ഒരു വാലിനെ കൂട്ടിയിട്ടേ പോകുള്ളൂ. അത് എവിടെയായാലും എനിക്കൊരു ഇഷ്ടമാണ്. എപ്പോഴും വേണം. എനിക്കിങ്ങനെ വൈബ് ആയിക്കൊണ്ടേയിരിക്കണം. അതെ, മൂടി അടഞ്ഞ് അതല്ല ഈ വീടൊക്കെ ഇത്രയും ഓപ്പൺ ആക്കി വെക്കാനുള്ള, എനിക്കിങ്ങനെ ഐസൊലേറ്റ് ആയിട്ട് ഇരിക്കുന്നോ സംസാരിക്കുന്നോ ഒന്നും ഇഷ്ടമല്ല. ഒരു നിങ്ങളൊരു ഫേവറേറ്റ് മൊമെന്റ് എന്താണെന്ന് ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഹാപ്പിനെസ് തന്നൊരു നിമിഷം മൊമെന്റ് ഏതാണ്? ഞാൻ എഴുതാം. മെരിക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്താ എഴുതിയത് പറയൂ. ഞാൻ എഴുതിയത് മിലിയോന്റെ ഡെലിവറിയാ. ഞാനും അതാണോ എഴുതി വെച്ചിരിക്കുന്നത്? മിലിയോന്റെ ഫേസ് റിവീൽ. മിലിയോന്റെ എഴുതിയത് ഇംഗ്ലീഷിൽ ഫേസ് ഒക്കെ നോക്കൂ. മിലിയോന്റെ ഫേസ് റിവീൽ. ആക്ച്വലി മിലിയോന്റെ ഡെലിവറി ടൈമില് ലാബർ റൂമിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതറിയില്ലേ, സ്റ്റോറി കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പം നമ്മളൊരു ഇത് ചെയ്തിരുന്നു ഡെലിവറിക്ക്. മിലിയോന്റെ ഫേസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാണുള്ളൂ. അപ്പൊ എനിക്ക് കാണാമായിരുന്നു ആദ്യമേ, മെരി കടന്നിട്ടല്ലേ ഉള്ളത്. അപ്പൊ ഡോക്ടർ എടുത്തിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് ഇതേ കുട്ടനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്ത് ആക്ച്വലി ഫേസിനെ മെരീനെ നോക്കിയത്. ഓ ചുട്ടാ. എന്നിട്ട് ഡോക്ടർ എന്തേ
ഞാൻ പിന്നെ മെറീൻ്റെ ഒരുമിച്ച് എനിക്ക് കാണുന്നു. അങ്ങനെ നേരെ കൊണ്ടുവന്ന് മെറീൻ്റെ ജന്നത്ത് കടത്തിയപ്പോഴാണ് നമ്മൾ രണ്ടാളും മിലിയോന്റെ ഫേസ് കാണുന്നത്. ദാറ്റ് മൊമെന്റ് അങ്ങനെ കുറെ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മൊമെന്റ് എപ്പോഴും സ്പെഷ്യൽ ആക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഇന്നാണ് ഇപ്പം ഈ പറഞ്ഞ ഡെലിവറി ഒക്കെ ഒരുമിച്ച് ഹസ്ബൻഡ് വൈഫ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വന്നു. ഇപ്പൊ എല്ലാവരും പറഞ്ഞു തുടങ്ങി ഒരുമിച്ച് സപ്പോർട്ടിന് പോകണം എന്നൊക്കെ. സോ ആ മാറ്റം എങ്ങനെയാ കാണുന്നത്? ആക്ച്വലി നമ്മളൊന്നല്ല ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. ആ ഫെസിലിറ്റി ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിൽ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റി അതിന്റെ എല്ലാ സാധ്യതകളും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാത്ത ആളും കൂടെ അറിഞ്ഞു. നമ്മൾ ചെയ്തത് പിന്നെ അത് കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വന്നിട്ടുണ്ട്. ഈവൻ TV ചാനലിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു നമ്മൾ അധികം കാണിച്ചില്ല, അതിൻ്റെ ക്ലിപ്സ് ഒന്നും അങ്ങനെയില്ല. പക്ഷെ ആ ഒരു കുറേ മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അപ്പം എല്ലാ ആൾക്കാർക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ട് കുറേ ആൾക്കാരത് പറഞ്ഞു. പിന്നെ മെറീൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഒരു ഹിഡൻ ടാലന്റ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എഴുതിക്കോ. മൈ ഹിഡൻ ടാലന്റ്. മൈ ഗോഡ്, ഞാൻ തന്നെ എന്നെ പൊക്കണോ? എഴുതിക്കോ. ഓക്കെ, പറയൂ. ഞാൻ എന്നെ കൊണ്ട് എഴുതി, ഞാൻ ക്യുക്കാണെന്ന് എഴുതിയിട്ടുണ്ട്. പെട്ടെന്നൊരു ക്യുക്ക്. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും, അതെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഒരു പുതിയൊരു ടെക്നോളജി പറഞ്ഞു തരാം എനിക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഉണ്ട്. മിത്തേട്ടനൊന്നും എത്ര പറഞ്ഞാലും ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ക്യാപ്കട്ടൊക്കെ ഞാൻ പെട്ടെന്ന് അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പെട്ടെന്ന് അതെന്റെ പണ്ട് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കുമ്പോഴേ എനിക്ക് ആ ഒരു പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഞാൻ എഴുതിയെന്നറിയോ സിംഗർ. എന്നെ കൊണ്ടോ? എന്നെ കൊണ്ടോ? ആക്ച്വലി മേരി നന്നായി പാടും. ഇവിടെ ഒരു സിംഗറൊക്കെ ഇരിപ്പുണ്ട് നമുക്ക്. മനസ്സൊക്കെ പോലും അറിയില്ല ചിലപ്പം. അല്ല, നീ പാടുന്നത് മനസ്സൊക്കെ അറിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സല്ല സിംഗറാണ്. പക്ഷെ മെരി പാടും. അവളത്ര ഇല്ലെങ്കിൽ അതെന്താ നീ പാടാത്ത? ഞാൻ കേട്ടിട്ടുണ്ട് മെരി പാട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഞാൻ റീസെന്റ് ആയിട്ട് അറിഞ്ഞത്. എടോ, ദേശീയ ഗാനം ഞാൻ പാട്ട് പഠിക്കാൻ പോയെ. നമ്മള് പാടില്ലേ, ഗ്രൂപ്പ് പക്ഷെ നീ നല്ലോണം പാടും എനിക്കറിയാം. എന്നിട്ട് നമ്മൾ പാടുമെന്ന് പറയുമ്പോ അങ്ങനെ പാടും. പക്ഷെ എല്ലാ സമയത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണ് നീ പാടിയത് ഒരിക്കൽ നല്ല രീതിയിൽ പാടിയത്? എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ ഐ എം ഷുവർ 100% ഷീ ക്യാൻ സിംഗ് റിയലി വെൽ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാനൊന്നും എഴുതിയത് ഞാൻ എഴുതിയത് മിത്തോട്ട് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു അറിയുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ഇപ്പം ഇവൻ കുറച്ചേരം സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും ആളിൽ നിന്ന്. നാളെ മുതൽ ഞാൻ പൊളിക്കും. കുറേ ആൾക്കാര് മിത്തേട്ടന്റെ അടുത്ത് വന്നിട്ട് അവരുടെ വിഷമം പറയാറുണ്ട്, മിത്തേട്ടൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് മിത്തേട്ടനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. എന്നെ ഒരുപാട് കൺവിൻസ്. ഞാനൊരു ആഗ്രഹം പറഞ്ഞില്ല, എങ്ങനെയാണ് ഓപ്പോസിറ്റ് ഉള്ള നിങ്ങൾ എങ്ങനെയാണ് ഒരു ദിശയിലേക്ക് പോകുന്നത്. ഞാനിങ്ങനെ വരും. പവർ ഇല്ലായിരുന്നെങ്കിൽ അവിടെ കിടക്കും ഇവിടെ കിടക്കും. പക്ഷെ അതെല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടെന്ന് തോന്നല്ലേ. അല്ല, ഞാനിപ്പോ വരും, എനിക്കത് വേണ്ട, നിങ്ങൾ എന്തിനാ അത് ചെയ്യാൻ പറഞ്ഞത്? അപ്പൊ മിത്തേട്ടൻ ഇങ്ങനെ കൺവിൻസ് എന്നെ എന്തോ പറഞ്ഞു പറ്റിച്ചിന്. മിത്തേട്ടൻ എന്തായിരുന്നു അടുത്ത് വീട്ടിൽ എന്തോ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മിത്തേട്ടൻ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് അത് പാടില്ല. ഞാൻ പറഞ്ഞ ആണോ? മെരീനൊരു ഇതുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ട് ആ കാര്യത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവളത് വിശ്വസിക്കും. പിന്നെ അത് അവളുടെ മൈൻഡിൽ കിടക്കും. ഭയങ്കര കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറയും മെരി, ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരിക്കലും നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് ചെയ്താൽ ഇങ്ങനെയാവുള്ളൂ, അത് ചെയ്താൽ അങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളിലെ നമ്മൾ ഒരിക്കലും ലൈഫിൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഞാൻ പറയും. ഞാൻ എഴുതിയത് ഞാനൊരു പോയറ്റാണ്. പിന്നെ ഇതെന്നാ എഴുതി നിനക്ക് പോലും അറിയാം, ഓർമ്മ വരുന്നില്ല. ഇതെന്താ എഴുതിയത്? അല്ലല്ല, ഞാൻ എന്തോ എഴുതിന്. ഇത് കാര്യമായിട്ടുള്ളൊരു സാധനാ.
എഴുതിയത് വരെ മറന്നു പോകുന്ന ഒരു ഹിഡൻ ടാലന്റ് ആണ് എനിക്കുള്ളത്. പെട്ടെന്ന് എഴുതിയ അല്ലല്ല ഞാൻ കവിതയൊക്കെ എഴുതും കേട്ടോ. കവിതയൊക്കെ എഴുതുന്ന ഞാൻ കവിതയൊക്കെ എഴുതും. പക്ഷെ ആരും കണ്ടിട്ടില്ല. കവിതയാണോ അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ? അല്ല കവിത എഴുതും. ലവ് ലെറ്ററുകൾ. ഇല്ല ഇല്ല അനക്ക് എന്തെല്ലോ ഹിഡൻ ടാലന്റ് ഉണ്ടെടി, ഞാൻ കാണിച്ചു തരാം. മിരിച്ചിച്ച് ഉണ്ടാക്കുന്നതിൽ ഒരു ഫേവറേറ്റ് ഫുഡ് എന്താ? അയ്യോ പരിപ്പ് കറി. പരിപ്പ് കറി സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ മിത്തോട്ടിന് ഞാൻ പലതും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ മുദ്ദ അതൊന്നും ചോദിക്കരുത്. മിനി ഉണ്ടാക്കിയ പലതും എന്തൊക്കെയാന്ന്. ചിക്കൻ കറി മുദ്ദ ഉണ്ടാക്കി തന്നിട്ടില്ലേ? പിന്നെ 2 കറി ഉണ്ടാക്കി. അല്ല ഞങ്ങൾക്ക് കൂടെ പറഞ്ഞ എന്റെ മോളെ ഇവള് ഉണ്ടാക്കിയൊരു പോത്തുംകാല് തന്നിട്ടില്ലേ, 3 ദിവസം എടുത്ത് ജീവൻ വരാൻ. റെസിപ്പി ഞാൻ കൂടെ പറഞ്ഞത് അതൊക്കെ കൈയളവാ. പോത്തുംകാലിന്റെ ഉള്ളിലുള്ള ആ മജ്ജയില്ലേ, അത് നമ്മളിങ്ങനെ മുട്ടിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തിന്നാം. കുറെ ടൈം എടുക്കില്ലേ. പക്ഷേങ്കില്ല ആ പോത്തുംകാല് തിന്ന പിന്നെ എനിക്കൊരു കൺട്രോളില്ലാണ്ടാ എൻ്റെ അന്നങ്ങ് പോയത്. അത്രക്ക് മോശമൊന്നുമല്ല. പിന്നെ മറക്കാൻ പറ്റാത്തൊരു സാധനം ഒരു പൊതിനച്ചോറ്. ഈ പൊതിനച്ചോറ് എന്തിനാ? പിന്നെ പരിസരത്ത് നീ വരില്ല. ഇരുട്ട് പോകുമ്പോ എടി ഇവിടെ നമുക്ക് പൊതിന ഭക്ഷണം കഴിച്ചിട്ടോ. ഓ ചേച്ചി ഞാൻ കുറച്ച് തിരക്കണം, ഈ പരിസരത്ത് വരില്ല. നല്ല ഫുഡായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ കണ്ണൂരല്ലേ വീട്? ഞാൻ മറന്നു, ഞാൻ കുക്ക് എഴുതണമായിരുന്നു. എനിക്ക് കുക്കിംഗ് ഹിഡൻ ടാലന്റ്. ഹിഡൻ ടാലന്റ് അല്ല, നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. പുറത്തേക്ക് കൊണ്ടുവരാണ്ട്. അതാണ് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നത്. 3 ദിവസമായിട്ട് പലതരം പരിപ്പുകളാ. ആദ്യത്തെ വെള്ളം പോലത്തെ പരിപ്പ്, പിന്നെ കട്ടപ്പരിപ്പ്, പിന്നെ പരിപ്പ് ഭയങ്കര പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഫുഡ്. ഞാൻ ഇങ്ങനെ നോക്കാം, കുപ്പിയിലെല്ലാം നിറഞ്ഞിരിക്കുന്നു, പരിപ്പ് മാത്രം തീർന്നിരിക്കുന്നു. ഡെയിലി പരിപ്പാണല്ലോ. പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. പക്ഷെ ധൈര്യത്തോടെ നമ്മൾ തിന്നും, മുമ്പിൽ മാത്രം. ഞങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെ നല്ലോണം കുക്ക് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ തമാശയാണെങ്കിലും മേരി ഭക്ഷണം ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാ. എവിടെയെങ്കിലും ഉറച്ചു വെക്കുന്നൊക്കെ ഇല്ല, ചിലതൊക്കെ എത്ര പെർഫെക്റ്റ് ആയുള്ള ആൾക്കാർ ചിലതൊക്കെ പാളിപ്പോവില്ലേ, അങ്ങനെ ചിലതൊക്കെ പാളിപ്പോയതാണ് നമുക്ക് ആക്സിഡന്റ് ആയിപ്പോയത്. പക്ഷെ മറ്റേത് എനിക്ക് ഇഷ്ടായിട്ടാ, കവിത്രി എന്നാ പറയുന്നത്. കവിത ഞാൻ ഇന്ന് എഴുതിക്കും രാത്രി ഒരു കവിത. സോ ഞാൻ നോക്കുമ്പോ എനിക്കൊന്ന് ഒരു കുറച്ച് മെഡ് ഫോർ ഈച്ച് തന്നെയാണ്. കറക്കി കുത്തിട്ട് 2-3 പോയിട്ടുള്ളൂ. ഒന്നേ തെറ്റിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ടാലന്റ് മാത്രം പാളിപ്പോയി. എനിക്ക് ഈ ടാലന്റ് എനിക്ക് അറിയില്ലായിരുന്നു. വല്ലാത്തൊരു ടാലന്റ് ആയിപ്പോയി. അതെന്തായാലും ഇനി പുറത്തു വന്ന സ്ഥിതിക്ക് എന്തായാലും അത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. കവിത എഴുതിയിട്ട് മിരീനെ കൊണ്ടേ പാടിക്കും. അവള് സിംഗർ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ കവിത മിരി പാടി കമ്പോസ് ചെയ്ത് കേൾപ്പിക്കും. ഞാൻ സ്റ്റോറിയിലിടും. ഒരു പ്രാവശ്യം മിരി ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പണ്ടത്തെ ഓൾഡ് സാധനങ്ങളൊക്കെ കളയായിരുന്നു കേട്ടോ. അപ്പോണ്ട് നിങ്ങളല്ല കളഞ്ഞത്, ഒരു പൂത്തി വെച്ച ഫയല്. അപ്പൊ ഞാൻ ഈ ക്ലീനിങ്ങിന്റെ ആളാണ്. ഞാൻ ഇങ്ങനെ എടുത്തെല്ലാം നോക്കുമ്പോ ഒരു ലവ് ലെറ്റർ മിത്തേട്ടൻ എഴുതിനായിരിക്കും. മിത്താൻ എഴുതില്ല, എനിക്ക് ആരോ തന്നല്ല. നിങ്ങൾക്ക് തന്നതാ? സൂക്ഷിച്ചു വെച്ചേരും. സൂക്ഷിച്ചു വെച്ച് എന്നിട്ട് മിത്തേട്ടൻ അതെന്താ സൂക്ഷിച്ചേ? അതിപ്പോഴും എന്റെ കയ്യിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. അവിടെയുണ്ട്. അതൊരു നൊസ്റ്റാൾജിയ. എപ്പോ ആരോ ആദ്യമായിട്ട് തന്ന ലവ് ലെറ്റർ. എനിക്ക് ഓർമ്മയില്ല ആരാണ്. കൊച്ചൊരു റിയാക്ഷൻ ഇടാ അച്ഛൻ്റെ ഒരു കാര്യം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.